എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും, അതുപോലെ തന്നെ അത് റീകളക്ട് ചെയ്യും, റിവൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു സെഷനാണ് നമ്മുടെ ഡെയിലി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ദിവസമായി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ഡിഗ്രി ലെവൽ പ്രിലിമിനറി മെയ് മാസമൊക്കെ വരികയാണ്. അതുപോലെ തന്നെ 10th ലെവൽ മെയിൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഉപകരിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇന്ന് വളരെ ഈസി ചോദ്യങ്ങളാണ്, വളരെ ഈസി ചോദ്യങ്ങളാണ്. അതുകൊണ്ട് വളരെ സ്പീഡിൽ നമ്മൾ തീർക്കുന്നതായിരിക്കും. എല്ലാ ഓർഗനൈസേഷൻസിൻ്റെയും, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അഥവാ ആസ്ഥാനം എവിടെയാണെന്നാണ് ഇന്നത്തെ ടെസ്റ്റ്. അതുകൊണ്ട് ഇന്ന് 10ൽ കുറഞ്ഞൊരു കട്ട് ഓഫ് ഇല്ല. ഇന്ന് മുഴുവൻ മാർക്കാണ് കട്ട് ഓഫ്. ഡെയിലി ടെസ്റ്റ് ആദ്യത്തെ ചോദ്യം, യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം എവിടെ? വളരെ ഈസിയാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. 2 റെഡ് ക്രോസ്, ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? റെഡ് ക്രോസ്. അപ്പോൾ ആദ്യം യൂറോപ്യൻ യൂണിയൻ, 2 റെഡ് ക്രോസ്. 3 ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആംനസ്റ്റി ഇൻ്റർനാഷണൽ. 4 ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ADB, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇൻഫ്രാസ്ട്രക്ചർ ലോൺസ് കൊടുക്കുന്ന ADBയുടെ ആസ്ഥാനം എവിടെയാണ്? 5 വളരെ ഫേമസ് ആയിട്ടുള്ള പോലീസിങ് ഓർഗനൈസേഷനാണ് ഇൻ്റർപോൾ എന്ന് പറയുന്നത്. ഇൻ്റർപോൾ ആസ്ഥാനം എവിടെയാണ്? ഏത് രാജ്യമാണെന്ന് പറഞ്ഞാൽ മതി. ഇൻ്റർപോളിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഏത് രാജ്യത്താണ്? 5ാമത്തെ ചോദ്യം. 6 WWF, റസ്ലിംഗ് അല്ല, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന WWF ആസ്ഥാനം എവിടെയാണ്? കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കോമൺവെൽത്ത്. 7ാമത്തെ ചോദ്യം, കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ എന്ന് പറയുന്ന സാർക്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? സാർക്കിനെ കുറിച്ചുള്ളൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്, സാർക്ക് എഫക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഇതിൽ ഇന്ത്യയുണ്ട്, അതുപോലെ തന്നെ പാകിസ്ഥാനുണ്ട്. അവരുടെ റൈവൽറി കാരണം, അവരുടെ ശത്രുത കാരണമാണ് സാർക്ക് എന്ന ഓർഗനൈസേഷൻ സ്റ്റോൾ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ സ്റ്റാഗ്നൻ്റ് ആയി കിടക്കുന്നത്, അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്നത്. അതിന് കൂടുതൽ ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു ഓർഗനൈസേഷന്. എന്തുകൊണ്ടാണ്? ഇന്ത്യയും പാകിസ്ഥാൻ എപ്പോഴും ഏതെങ്കിലും കാര്യത്തിൽ വളരെ ഹോസ്റ്റൈലായിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം എന്താ പറയുക, ഒരു നെയ്ബേഴ്സ് എന്ന രീതിയിലല്ലാതെ കുറേയും കൂടെ പ്രശ്നങ്ങൾ ഉള്ള രാജ്യങ്ങളാണ്. അപ്പം ഇവർ തമ്മിലുള്ള ഒരു നോൺ കോപ്പറേഷൻ, അതുപോലെ തന്നെ റൈവൽറി കാരണമാണ് സാർക്ക് മര്യാദക്ക് നടന്നു പോകാത്തത് എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അനാലിസിസ് ഉണ്ടായിരുന്നു. അപ്പോൾ സാർക്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? 10 യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ്റെ UNHRCയുടെ ആസ്ഥാനം എവിടെയാണ്? അപ്പോൾ 10 ചോദ്യങ്ങളാണുള്ളത്. വളരെ ഈസിയാണ്. ഉത്തരത്തിലേക്ക് പോവാം. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ്, ബെൽജിയമാണ്. ബെൽജിയമാണ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം. യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ബ്രെക്സിറ്റുമായി ബന്ധപ്പെട്ട് ഏത് രാജ്യത്താണ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോയത്? ബ്രിട്ടനാണ്, അല്ലേ? ഇംഗ്ലണ്ടാണ് പുറത്തു പോയത്. ബ്രസൽസ്, ബെൽജിയമാണ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം. റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് റെഡ് ക്രോസ് ഈസ് ജനീവ. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആസ്ഥാനം എവിടെയാണ്? ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആസ്ഥാനം ലണ്ടൻ അഥവാ ഇംഗ്ലണ്ട്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആസ്ഥാനം എവിടെയാണ്? മനീല, ഫിലിപ്പീനസ്. ചോദിക്കുന്ന ചോദ്യമാണ്. ADB, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനീല, ഫിലിപ്പീനസ് ആണ്. ഇൻ്റർപോളിൻ്റെ ആസ്ഥാനം ലിയോൺ, ഫ്രാൻസിലാണ് ഇൻ്റർപോളിൻ്റെ ആസ്ഥാനം. 6 WWF, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ആസ്ഥാനം എവിടെയാണ്? ഗ്ലാൻഡ്, സ്വിറ്റ്സർലാൻഡ്. കോമൺവെൽത്ത് ആസ്ഥാനം എവിടെയാണ്? കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം ലണ്ടനിലാണ്. 8 സാർക്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കാഠ്മണ്ഡു, നേപ്പാളാണ്. ഇതിൽ സ്പെല്ലിംഗ് തെറ്റാണ്, അതായത് അക്ഷരത്തെറ്റുണ്ട്. കാഠ്മണ്ഡു, നേപ്പാൾ. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. UNHRCയുടെ ആസ്ഥാനം എവിടെയാണ്? UNHRC എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലാണ്. UNHRC ആസ്ഥാനം എവിടെയാണ്? ജനീവ. കൺഫ്യൂസിങ് ആണ്, പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ഓർഗനൈസേഷൻസാണ്. വളരെ ഈസിയാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് നമ്മൾ തീർക്കുന്നത്. എത്രയാണ് കട്ട് ഓഫ് വേണ്ടത്? 10 തന്നെയല്ലേ? എല്ലാവർക്കും ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ 10 മാർക്കാണ് ഇന്നത്തെ കട്ട് ഓഫ്. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, ഉത്തരവും കണ്ടുപിടിക്കണം. ബൈ, ടേക്ക് കെയർ.